നമ്മുടെ കൺവെൻഷന്റെ 3ാമത് രാത്രിയിലും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ദേശനിവാസികൾക്കും ഈ ശബ്ദവിധിയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പാപിയായ മനുഷ്യൻ എങ്ങനെ നിത്യജീവനെ അവകാശമാക്കാമെന്നും നാം എല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളെന്നും ഇന്ന് രാത്രി തനിക്ക് ലഭിച്ച സമയപരിധിയിൽ കൊണ്ട് എന്റെ സ്നേഹിതൻ പാസ്റ്റർ ഷമീർ കൊല്ലം നന്നായി വിശദീകരിച്ചിരിക്കുകയാണ്. ക്രൈസ്തവരായ നാം എല്ലാം ജന്മം മുതലേ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ ഒരു ഇസ്ലാം പശ്ചാത്തലത്തിൽ ജനിച്ച അവന്റെ വാത്സല്യ സഹോദരൻ യേശു ക്രിസ്തുവിന്റെ വകയായി തീരുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം പറയുകയും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഈ ശബ്ദപരിധി ഞങ്ങളെ കേട്ട ആർക്കെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും ഞങ്ങളെ പോലെ സമാധാനത്തോടെ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭ കർമ്മയിൽ പുന്നവേലി സഭയും അവിടെയുള്ള കർത്തൃദാസന്മാരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരോ സ്വസ്ഥതയില്ലാത്തവരോ ജീവിത നിരാശ അനുഭവിക്കുന്നവരോ എങ്കിൽ നിങ്ങൾക്ക് ആശ്രയിപ്പാൻ താണിയുണ്ട്, അഭയകേന്ദ്രമുണ്ട്. ഇവിടെ അടുത്തുള്ള ദൈവസഭയാണ്. ഞങ്ങളുടെ സഭയായി 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 17ാം രാത്രിയിലാണ് പാസ്റ്റർ ഷമീർ അർപ്പിച്ചതുപോലെ ഞാനും എന്റെ സ്നേഹിതരായ പ്രിയപ്പെട്ടവരും എന്റെ വിശ്വാസികളും ഉപവാസത്തോടെ ഇവിടെ പ്രാർത്ഥനയിരിക്കുന്നത്. ഈ പ്രാർത്ഥനകൾ മറ്റൊരു ലക്ഷ്യവുമല്ല, വേറൊരു വരുമാനവുമല്ല. ഈ യോഗങ്ങളിൽ ഞങ്ങൾ ഓഫറിംഗ് ഇല്ല, സ്തോത്രകാഴ്ച എടുക്കുന്നില്ല. തികച്ചും വിശ്വാസത്താൽ ആരംഭിച്ച ഈ പ്രവർത്തനം, ഇതിന്റെ ഓരോ നാണയത്തുട്ടുകളും ഈ ദേശത്തുള്ള നിവാസികൾ ക്രിസ്തുവിനെ അറിയുവാൻ, കർത്താവിലേക്ക് വരുവാനുള്ള ഹൃദയംഗമമായ ആഗ്രഹത്തോടെയാണ് ഈ മീറ്റിംഗിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി യോഗം ലീഡ് ചെയ്ത എന്റെ സ്നേഹിതൻ, എന്റെ സഹോദരൻ, കൂട്ട പ്രവർത്തകൻ ജിജുപ്പിന്റെ വലിയ പാസ്റ്ററോടും ഈ രാത്രി കർത്താവിന് മുദ്രത്തോടത്തിൽ അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവദാസന്മാർക്കും വിവിധ സഭകളിൽ നിന്ന് വന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഐശ്വര്യമായി രാത്രി നമ്മുടെ നല്ലൊരു വചനം സംസാരിച്ച സ്നേഹിതൻ പാസ്റ്റർ ഷമീർ കൊല്ലത്തോടുള്ള എല്ലാ സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം. നാളെ കർത്താവ് അനുവദിച്ചാൽ നാളെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ അടുത്തുള്ള ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയുടെ മുറ്റത്ത് വെച്ചായിരിക്കും ഈ കൺവെൻഷൻ നടക്കുന്നത്. പലയിടങ്ങളിൽ യോഗം വെച്ചത്. എല്ലാവർക്കും ആമേൻ ദൈവജനം കേൾക്കാൻ അവസരം ഉണ്ടാകട്ടെ. എന്റെ സഹോദരങ്ങൾ, പാട്ടുകാർ, കീബോർഡിസ്റ്റ്, ആമേൻ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നവർ, എന്റെ സഭയിലെ അനുഗ്രഹീതരായ സഹോദരന്മാർ, യൗവനക്കാർ വളരെ ബന്ധപ്പെട്ട് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവർ അടുത്തടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ യോഗങ്ങൾ വളരെ ബന്ധപ്പാടുകൂടെ ക്രമീകരിച്ചത്. ആമേൻ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദിയും വന്ദനവും ഞാനിപ്പോൾ ഈ സമയത്ത് പരസ്യമായി അറിയിക്കുന്നു. സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. നാളെ വൈകിട്ട് സുപ്രസിദ്ധ പ്രസംഗകനും അനുഗ്രഹീത ദൈവദാസനുമായ അനിൽ കൊടുത്തോട്ടവും മറ്റന്നാൾ ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭ കായംകുളം ഡിസ്ട്രിക്റ്റിന് അനുഗ്രഹീത പ്രഭാഷകനും ലോകമെങ്ങും അറിയപ്പെടുന്ന കർത്തൃദാസൻ എന്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ബി മോഹനച്ചനവരുകളുമായിരിക്കും ദൈവജനം ശുശ്രൂഷിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.